ഇന്ന് രാവിലെയായിരുന്നു ഉപ്പുമുളകിലെ സീരിയൽ താരമായ സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ നടുറോഡിൽ കിടന്ന് നാട്ടുകാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും വളരെ മോശമായി പെരുമാറിയത്. ക്രിസ്മസ് രാത്രിയിൽ കോട്ടയത്ത് മദ്യലഹരിയിൽ ആക്രമാസക്തനായിരിക്കുകയായിരുന്നു സീരിയൽ നടനായ സിദ്ധാർത്ഥ് പ്രഭു. MC റോഡിൽ നട്ടാകം ഗവൺമെന്റ് കോളേജിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു സിനിമാ സ്റ്റൈൽ സംഘർഷങ്ങൾ തന്നെ ഉണ്ടായത്. അമിത വേഗത്തിലെത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് വഴിയാത്രക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ നാട്ടുകാരോട് തട്ടിക്കേറുകയും സിദ്ധാർത്ഥ് അവരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ മുതിരുകയും ചെയ്തു. മദ്യലഹരിയിലായിരുന്ന നടൻ നാട്ടുകാരുമായി കയ്യാങ്കളിൽ ഏർപ്പെട്ടതോടുകൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായി മാറുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരെയും നടൻ വെറുതെ വിട്ടില്ല. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ മുതിർന്ന സിദ്ധാർത്ഥ് പോലീസിനോട് മോശമായി പെരുമാറുകയും ചെയ്തു. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ ബലം പ്രയോഗിച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇപ്പോഴത്തെ ബോധം വീണ്ടെടുത്ത ശേഷം സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇയാൾ കുറ്റസമ്മതം നടത്തിയതായിട്ടാണ് വിവരം. തന്റെ അശ്രദ്ധ മൂലമാണ് അപകടമുണ്ടായതെന്നാണ് ഇയാൾ സമ്മതിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത വകുപ്പുകൾ വിനയായി മാറിയിരിക്കുകയാണ്. സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പിനോട് പോലീസ് ശുപാർശ ചെയ്തും കഴിഞ്ഞു. പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഈയടുത്തിടെ ഉപ്പുമുളകം സീരിയലിൽ ലച്ചുവിന്റെ ഭർത്താവായി കൂടി എത്തിയതോടുകൂടിയാണ് ഒരുപാട് ജനശ്രദ്ധ കിട്ടിത്തുടങ്ങിയത്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം തന്റെ അഭിനയ ജീവിതത്തെയും ബാധിക്കുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ്.